ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതൊരു തിക്കായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ റമദാനിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തിക്കായിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ഡെസേർട്ടായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു തിക്ക് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ ആവശ്യമുണ്ട്. ഒരു 3 വലിയ ക്യാരറ്റാണ്. അത് ചെറുതാക്കി കട്ടാക്കിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല അരച്ചെടുക്കണം. നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരം ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് കുക്കായി വന്നാൽ ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഒരു തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇടുമ്പോൾ നല്ലോണം സൂക്ഷിക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി ഇളക്കി എടുക്കണം. ഈ ഒരു മിക്സിയിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വലിഞ്ഞ് വരുമ്പം ഇതൊരു മാവിൻ്റെ കോലത്തിലാവും. ഈ ഒരു ചട്ടിയിൽ നിന്നൊക്കെ നല്ലോണം അടർന്നു വരുന്ന രീതിയിലാവും. ആ ഒരു സമയം വരെ നമുക്കിത് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ചട്ടിയിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വരുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത്. മാവായിട്ട് കിട്ടണം. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കയ്യിൽ ഇത്തിരി എണ്ണ തടവിയതിന് ശേഷം ചെറിയ ബൗൾസായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെറിയ ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള രീതിക്കാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറേ ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി വലിയ രീതിയിലാണ് ബോൾസ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പം ഈ ഒരു ബോൾസ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആവി പാത്രത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു തിക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 500 ml പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു മധുരം ഇതിന് കറക്റ്റാണ്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ചെറിയൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ പാലെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ചേർത്ത് മിക്സ് ആക്കി ഈ ഒരു മിക്സ് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ആവി കയറ്റിയിട്ടുള്ള ആ ഒരു ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് തിക്കായി കിട്ടും. നല്ല തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പിസ്ത, ബദാം, അണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നട്ട്സായിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രിങ്കായിട്ടും കുടിക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിക്കാക്കി എടുത്താൽ തിക്ക് ഡ്രിങ്ക് ആക്കിയിട്ട് എടുക്കാം. ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്ക് റംസാൻ മാസമൊക്കെ ആയതുകൊണ്ട് റമദാനിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കിയാൽ കുടിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനിയിപ്പം നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആ സമയത്തായാലും ഒരു ഡെസേർട്ടായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു തിക്ക് ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും കമൻറ്റിലൊന്ന് അറിയിക്കണേ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ്. അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻ്റ് ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.